നമസ്കാരം. ക്രൂരമായ ഒരു വിധി തന്നെയാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പുറത്തു വന്നിരിക്കുന്നതെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന തരത്തിലുള്ള എല്ലാ തെളിവുകളും സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടും ദിലീപിനെ നിരപരാധിയാക്കി പുറത്തുവിടുമ്പോൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്നാൽ നടിക്കൊപ്പം ഉറച്ച നിലപാടുകളുമായി നിൽക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തുടക്കം മുതൽ തന്നെ അതിജീവിതയ്ക്കൊപ്പം തന്നെ എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരുന്നത്. കോടതിയുടെ വിധിയിൽ സർക്കാരും സംശയം പ്രകടിപ്പിക്കുകയും അതിജീവിതയ്ക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പോരാട്ടം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ഓരോ സ്ത്രീക്കും വേണ്ടി ഈ കേസിലെങ്കിലും നിയമം അതിന്റെ ആനുകൂല്യങ്ങൾ ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ അനുവദിക്കാതെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതി നടൻ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിന്യായം പരിശോധിച്ച ശേഷമാകും നടപടി. പ്രോസിക്യൂഷൻ തെളിവുകൾ നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് കോടതി നിരീക്ഷിച്ചത്. എന്നാൽ ഇതൊരു അന്തിമ വിധിയല്ല. വിചാരണ കോടതി വിധിയെ ചോദ്യം ചെയ്ത് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കും. വിധി അന്തിമമല്ല എന്നും മേൽക്കോടതി ഇനിയുമുണ്ട് എന്നുമായിരുന്നു അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ബി സന്ധ്യ IPS പ്രതികരിച്ചത്. അന്തിമ വിധി വരെ അതിജീവിതയ്ക്കൊപ്പം അന്വേഷണ സംഘം ഉണ്ടാകും. ഗൂഢാലോചന കുറ്റം തെളിയിക്കൽ എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. മേൽക്കോടതിയിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാമെന്നും അന്തിമ വിധി വരെ കാത്തിരിക്കാമെന്നും സന്ധ്യ പ്രതികരിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കു പിന്നാലെ അപ്പീലുമായി പോകണമെന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നിയമമന്ത്രി P രാജീവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുമായി P രാജീവ് സംസാരിക്കുകയും വിധി പഠിച്ച് അപ്പീൽ പോകാനാണ് പിണറായി വിജയൻ നിർദ്ദേശം നൽകുകയും ചെയ്തത്. അന്വേഷണ സംഘം ക്രിമിനലുകളാണെന്ന ദിലീപിന്റെ ആരോപണം ഗുരുതരമെന്നും അതിനു മറുപടി പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥ B സന്ധ്യയും കൂട്ടിച്ചേർത്തു. അന്വേഷണ ഉദ്യോഗസ്ഥർ ക്രിമിനലുകളാണെന്ന അഭിപ്രായം തനിക്കില്ല എന്നും ഗൂഢാലോചന തെളിയിക്കാൻ മേൽക്കോടതികൾ ഉണ്ട് എന്നും AK ബാലനും ശിവൻകുട്ടിയും അടക്കം മുഴുവൻ ഭരണ സംവിധാനവും ഉറക്കെ പറയുമ്പോൾ കേസ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നും ദിലീപിനെ എക്കാലത്തും സന്തോഷത്തിന്റെ കേക്ക് മുറിക്കാൻ സാധിക്കില്ല എന്നും ഉറപ്പാക്കുകയാണ്. പോലീസ് സംഘം തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും തന്റെ കരിയറും ജീവിതവും തകർക്കാൻ ശ്രമം നടത്തിയെന്നുമായിരുന്നു ദിലീപിന്റെ ആരോപണം. കേസിൽ വിധി വന്ന ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടെയാണ് ദിലീപ് അന്വേഷണ സംഘത്തിനെതിരെ രംഗത്തെത്തിയത്. വിധിക്ക് മുൻപ് യാതൊന്നും പറയാനില്ലാതിരുന്ന, നാവില്ലാതിരുന്ന ദിലീപിന് പണത്തിന്റെയും അധികാരത്തിന്റെയും കൂർമ്മ ബുദ്ധിയുടെയും മറവിൽ വിധിയെ മാറ്റിമറിക്കാൻ കഴിഞ്ഞപ്പോൾ അന്ന് വരെ ഏറ്റവും നല്ല സുഹൃത്തെന്ന് പറഞ്ഞും നഷ്ടമെന്ന് പറഞ്ഞും പൊതുമധ്യത്തിൽ തന്റെ പ്രതിച്ഛായയ്ക്ക് മേൽ മങ്ങലാവാതെ ബുദ്ധിപൂർവ്വം മാറ്റി നിർത്തിയിരുന്ന മുൻ ഭാര്യയായ മഞ്ജു വാര്യരെ കടന്നാക്രമിക്കുകയായിരുന്നു ദിലീപ്. മുഴുവൻ കേസും മഞ്ജു ദിലീപിനെതിരെ ആസൂത്രണം ചെയ്തതാണ് എന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പണം കൊണ്ട് എന്തും നേടാമെന്നതിന്റെ ധാർഷ്ട്യം ദിലീപ് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇനി എന്തൊക്കെ ആഘോഷ പ്രകടനങ്ങൾ നടത്തിയാലും കൈകളിൽ കറ ഉണ്ടെന്ന പൊതുജനത്തിന്റെ വിശ്വാസം സത്യമാണെങ്കിൽ ഒരൊറ്റ രാത്രി സമാധാനമായ ഒരു ഉറക്കം ഇനി ആ നടൻ ഉണ്ടാകില്ല. സത്യം തെളിയുക തന്നെ ചെയ്യും.